ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പഠിച്ചു വെക്കുന്നുണ്ട്. അതായത് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. മസാജ് എന്താണെന്ന് അറിയാം നമുക്ക്, അതുപോലെ തന്നെ ഹെയർ ടൈപ്പ് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ വീഡിയോ തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹെയർ സ്പായോ നമ്മൾ സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ഏത് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ബേസിക് ആയിട്ട് ഒരു അറിയേണ്ട കാര്യമാണ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. നമ്മൾ ഒരു ഹെയർ കെയറിന്റെ കാര്യത്തിലേക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് എത്തിച്ചേരുക ഈ ഒരു ഷാമ്പൂ കണ്ടീഷണറിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു ഹെയർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണറിന്റെ കാര്യത്തിൽ അറിയേണ്ടത് നമ്മൾ ഏത് ടൈമാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ഷാമ്പൂ കണ്ടീഷണർ രണ്ടും ഉപയോഗിക്കണോ, അല്ലെങ്കിൽ അത് രണ്ടും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മൾ ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്, ഹെയർ കെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോസ് ഒക്കെ പോയി വാച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഷാമ്പൂ വാഷ് ചെയ്ത ആളുകളായിരിക്കും. ഈ ഒരു ഷാമ്പൂ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഷാമ്പൂ വാഷ് ചെയ്യുന്നുണ്ടാവുക. കുറച്ചുകൂടി മാനേജബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മാനേജബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഷാമ്പൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ചും കൂടി ഒന്ന് മാറും. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ബുദ്ധിമുട്ട് നേരിടുന്നതിനനുസരിച്ച് ഈ ഷാമ്പൂ വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടി പോകുന്ന പ്രശ്നം വരും. ഭയങ്കര ഒരു ഫ്രിസി ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു ചെറുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ചില ആളുകളാണ് നമ്മുടെ മുടി ഇങ്ങനെ ഈ ഒരു ഷാമ്പൂ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ കോംബ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ പൊട്ടി 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 പോവുക. അതായത് വല്ല ലെങ്ത്തിൽ പോയിട്ടല്ല, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. കുഞ്ഞു കുഞ്ഞു പീസ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ ചെറിയ പീസ് പോലത്തെ മുടിയായിരിക്കും. നമ്മൾ ഹെയർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഷാമ്പൂ വാഷ് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെയറിന്റെ ഒരു പീസ് കാണാം, പൊട്ടി പൊട്ടി പോകുന്ന പീസ് കാണാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഷാമ്പൂ വാഷ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ചെയ്യേണ്ടതാണ് കണ്ടീഷണർ. ഈ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ ഷാമ്പൂ വാഷ് ആണെങ്കിൽ സെക്കൻഡ് പ്രൊസീജിയർ ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം. അത് ഒരൊറ്റ ടേം ആയിട്ട് തന്നെ യൂസ് ചെയ്ത് വരേണ്ടതാണ്. അപ്പൊ ചില ആളുകൾ ഇപ്പോഴും ഷാമ്പൂ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ, ഷാമ്പൂ മാത്രമേ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മളെ മുടി കുറച്ചും കൂടി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ മുടിന്റെ ടെക്സ്ചർ, നോർമൽ ആയിട്ടുള്ള ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു റീസൺ ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാത്തത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടീഷണർ പറ്റിയിട്ടാണ് പറയുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല. ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ മുടി പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുടി പൊട്ടി പൊട്ടി വീഴുന്നതിന്റെ ഒരു റീസൺ ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. എവിടെന്നെങ്കിലും സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആയിരിക്കും ഓക്കെ ഇത് കണ്ടീഷണറുടെ വീഡിയോ ആണ് അല്ലെങ്കിൽ ഷാമ്പൂന്റെ വീഡിയോ. അങ്ങനെയല്ല, നമ്മൾ ഈ കുഞ്ഞു പീസായിട്ട് മുടി പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയല്ലേ, അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് വേണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അത് സ്കാൽപ്പിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്കാൽപ്പിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ ഡേർട്ടോ അങ്ങനെ എന്തെങ്കിലും അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മളെ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു ക്ലെൻസർ പോലെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. ഈ ഒരു ഷാമ്പു മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ മുടി ഡ്രൈ ആക്കി വരികയാണെങ്കിൽ നല്ല രീതിയിൽ മുടി പൊട്ടിപ്പോകും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മുടിക്ക് 3 ലെയർ ആണ് വരുന്നത്. അതായത് ഓരോ മുടികൾക്കും 3 ലെയർ ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂട്ടിക്കിള്, കോട്ടക്സ്, മെഡുല്ല, ഇങ്ങനെ 3 ഞാൻ ഫോട്ടോ കാണിക്കുക. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്ക്, അതായത് നമ്മളെ ഹെയറിന്റെ ടെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇതിലാണ് വരുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഈ 3 ലെയർ ഓപ്പൺ ആയിട്ട് നിൽക്കും. അതായത് ഫസ്റ്റ് ക്യൂട്ടിക്കൽ ഓപ്പൺ ആവും, പിന്നെ കോട്ടക്സ് ഓപ്പൺ ആവും, പിന്നെ മിഡിൽ ഓപ്പൺ ആവും. ഈ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ അതേപോലെ ഡ്രൈ ആക്കിയിട്ട് നേരെ മുടി കോംബ് ചെയ്യുന്നത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ കോംബ് ചെയ്യുന്നത്. ആ ടൈമാണ് നമ്മൾ ഇത് പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥ. അതായത് അത് ലോക്ക് ആവുന്നില്ല, പഴയ പോലെ നോർമൽ ആയിട്ട് ലോക്ക് ആവുന്നില്ല. ഇത് അങ്ങനെ തുറന്നെടുക്കും, അവിടെ ഡ്രൈ ആവും, എന്നിട്ട് മുടി പൊട്ടിപ്പോകും. ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കണ്ടീഷണർ ഭയങ്കര മോയ്സ്ചറൈസിങ് എഫക്ട് തരുന്നതിനെ കൊണ്ട് തന്നെ ഈ ഒരു ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു 3 ലെയറും ഇത് ക്ലോസ് ആക്കും. അതായത് ക്യൂട്ടിക്കിളും കോട്ടക്സും മെഡുലും ഇത് നേരെ ക്ലോസ് ആക്കും. പഴയ പോലെ ക്ലോസ് ആക്കിയിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ട് വെക്കും. അതായത് മോയ്സ്ചർ കൊണ്ട് തന്നെ ലോക്ക് ആയിട്ട് വെക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണറും കൂടെ മാറ്റി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാവും. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും മുടി, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു ടെൻഡൻസി കാണിക്കും. നമ്മൾ കോംബ് ചെയ്യുമ്പോഴേ കുഞ്ഞു പീസാ വരിക, ആ ലെവലിലേക്ക് വരും. പക്ഷെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റും സ്മൂത്തും ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് നമ്മളൊരു കണ്ടീഷണർ. അതൊക്കെ ഏകദേശം ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു പോർഷൻ ആണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കരുതി. നമ്മൾ ചില ആളുകൾ നമ്മളൊരു ഷാമ്പു മാത്രം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഞാൻ എന്റെ ഒരു ഇതിൽ വെച്ചിട്ട് പറയാറ്. നമ്മളെ മുടി പ്രത്യേകിച്ച് കുറച്ച് ഡ്രൈ വൃത്തിയായിട്ടുള്ള മുടിയാണെങ്കിൽ അത് ഒന്നും കൂടി ഡബിൾ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷണറും ഷാമ്പു യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ സ്കാൽപ്പ് കുറച്ച് ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അത് നമുക്ക് നൈറ്റ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സ്കാൽപ്പിൽ ആ രീതിയിൽ നിന്നോട്ടെ, അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ സ്കാൽപ്പിനെ
നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത്. അപ്പൊ നോർമലായിട്ട് നമ്മളൊരു ഹെയർ ഉണ്ടാക്കുന്ന ഓയിൽ നമ്മൾ ഡെയിലി ഒരു ഷാമ്പൂ വാഷ് ചെയ്യുമ്പോൾ അത് ഡെയിലി അങ്ങ് പോവുക ചെയ്യുക. അത് നമ്മളെ ഹെയറിനെ കുറച്ചുകൂടി ഡാമേജ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം ആഴ്ചയിൽ 2 തവണ മാത്രം നിങ്ങൾ ഷാമ്പൂ വാഷ് ചെയ്യുക. അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര മുടിയൊക്കെ ഭയങ്കര ഫ്രിസി പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ട് കിട്ടില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ആ ടൈം നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പറഞ്ഞുതരാവുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കറക്റ്റ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മുടി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പൊട്ടിപ്പോണ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ ചില ആൾ കാണാം ഇവിടെ ഇങ്ങനെ പൊന്തി ചേർത്ത് നിൽക്കുന്നത്. അതായത് അവ വിചാരിക്കും നമ്മൾ പുതിയ മുടി വരില്ല, നമ്മളെ മുടിയൊക്കെ അവിടുന്ന് അങ്ങോട്ട് തിന്നായി പൊട്ടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര ഒരു ഊരു പോലെ നിൽക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? മുടി ഭയങ്കര ചെകിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ചെകിരിയൊക്കെ വിടർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവ അടിഭാഗത്തേക്ക് ഭയങ്കര തിന്നായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യാതെ ഷാമ്പു വാഷ് മാത്രം ചെയ്യുമ്പോൾ ഈ ഒരു പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയും ഭയങ്കര ഹെയർ തിന്നാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.